സൗകര്യമില്ലാത്തതിനാൽ വിദ്യാലയത്തിൽ പോകാനാകാതെ മലപ്പുറം ചോക്കാട് പഞ്ചായത്തിലെ ചിങ്ങക്കല്ലുന്നതിയിലെ വിദ്യാർത്ഥികൾ കല്ലാമൂലയിലെ GMLP സ്കൂളിലെത്താൻ കുഞ്ഞുങ്ങൾക്ക് 4 കിലോമീറ്റർ നടക്കണം. 2 വർഷമായി വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നില്ല. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ താൽക്കാലിക വാഹന സൗകര്യം ഏർപ്പെടും. ഞങ്ങളിവിടെ 2 പേര് പോകുന്നു. ഓൽക്കും പോകാൻ പൂതിയുണ്ട്. ഇവിടുന്ന് മക്കൾക്ക് സ്കൂളിൽ പോകണം തന്നെ 160 റുപ്യ ഡെയിലി ഓട്ടോക്കൂലി മുടക്കും. അപ്പൊ 3 ദിവസം ഞങ്ങളെ വിട്ട് ഞങ്ങൾ പൈസ കൊടുക്കും. വെളിച്ചില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനൊക്കെ. ടോർച്ച് അടിച്ചിട്ടാണ് അവര് നോട്ട് ചെയ്തലൊക്കെ ഉണ്ട്. ഒരു ദിവസം സ്കൂളിൽ പോയി വരാൻ വാഹനത്തിന് വേണ്ടത് 160 രൂപ. ദിവസവും ഈ തുക കണ്ടെത്തി കുട്ടികളെ സ്കൂളിലെത്തിക്കുക കുടുംബങ്ങൾക്ക് എളുപ്പമല്ല. 10ഓളം കുട്ടികളുള്ള ഉന്നതിയിൽ നിന്ന് സ്കൂളിലെത്തുന്നത് 2 കുട്ടികൾ മാത്രം. 2 വർഷത്തിൽ കുട്ടികൾ വെറുതെ പഠനം മുടങ്ങി വീട്ടിലിരിക്കുകയാണ്. ഇപ്പൊ ഈ കുട്ടികൾ മാത്രം നടന്നു പോയില്ലേ? വലിയ കുട്ടികള് 2 കുട്ടികള് പുല്ലംകൊടുക്ക് നടന്നു പോകുന്നതായിട്ട്. 2 വർഷം മുൻപ് IDDP വഴി വാഹനത്തിന് ഫണ്ട് കണ്ടെത്തി കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ സംവിധാനമൊരുക്കിയെങ്കിലും ഫണ്ട് കിട്ടാതായതോടെ ഓട്ടം നിലച്ചു. കുട്ടികളുടെ പഠിപ്പും. വിഷയം റിപ്പോർട്ടർ TV അധികാരികൾക്ക് മുൻപിലെത്തിച്ചതോടെ ഇടപെടാമെന്ന ഉറപ്പ്. സർക്കാർ ഇടപെടും വരെ താൽക്കാലിക വാഹന സൗകര്യം ഏർപ്പെടുത്താമെന്ന് റിപ്പോർട്ടർ TVയും ഉറപ്പ് നൽകി. IDDP 160 രൂപ കൊടുക്കും, ബാക്കി പൈസ വേണ്ടു, ആ പൈസ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞോളൂ. സോണൽ സന്തോഷമായി. ഓണപ്പരീക്ഷ ആവാനായില്ലേ? 2 വർഷം കുട്ടികൾ മുടങ്ങി കിടന്ന് പറഞ്ഞു. എന്തോ ഒരു ടെൻഷൻ അറിയാം. റിപ്പോർട്ടർ തിരൂർ.